അങ്ങനെ രേണു സുധി വാക്കഡ് ഔട്ട് നടത്തിയിരിക്കുകയാണ് ബിഗ് ബോസിൽ നിന്ന്. അത് പുള്ളിക്കാരത്തേക്ക് ചെറിയ രീതിയിൽ ഒരു അബദ്ധം പറ്റിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് പോകണമെന്ന് ആദ്യത്തെ 2 ആഴ്ച പറഞ്ഞു. ഓക്കെ, ആരും മൈൻഡ് ചെയ്തില്ല. പിന്നീട് ഒരു വട്ടം കൂടി പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇനി പോകണമെന്ന് പറഞ്ഞാൽ വിടും എന്ന രീതിയിൽ പറഞ്ഞു. വീണ്ടും പോകണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ലാലേട്ടൻ എന്നാ പൊക്കോ മോളെ രേണു എന്ന് പറഞ്ഞ് രേണുവിനെ പുറത്തിറക്കി വിട്ടു. ഇപ്പോൾ രേണു പുറത്തു പോയ സമയത്ത് പറയുന്ന കാര്യം, എനിക്ക് എൻ്റെ മക്കളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. രേണു മാനസികമായിട്ട് എന്തൊരു ഡ്രോമയിലേക്ക് രേണു തള്ളപ്പെടുകയാണ്. അപ്പം രേണുവിന് അവിടെ നിന്നു പോകാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു കാരണമായിട്ട് രേണു പറഞ്ഞത്. അങ്ങനെ രേണു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വാക്കഡ് ഔട്ടായി. പക്ഷെ ഞാൻ ഇപ്പോഴും ഉറപ്പ് പറയുന്നു, രേണു സുധിക്ക് പുറത്ത് എത്രത്തോളം ഹേറ്റേഴ്സ് ഉണ്ടോ അതിന് മേളിൽ രേണു സുധിന് ഫാൻസ് ഉണ്ടായിരുന്നു. അവർ രേണു സുധി ഉറപ്പായിട്ടും കപ്പടിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ടോപ്പ് 5 എത്താൻ പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു രേണു സുധി. പക്ഷെ രേണു സുധി എന്തുകൊണ്ടോ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ട്രോമയിലേക്ക് പോകുന്നു, ഇമോഷണലായിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ രേണു സുധി വിചാരിച്ച് കാണില്ല, അതായത് ഞാൻ ഇറങ്ങി പോകണമെന്ന് പറയുമ്പോഴത്തേനും എന്നെ ഇറക്കി വിടും എന്ന് രേണു സുധിയും വിചാരിച്ച് കാണാൻ സാധ്യതയില്ല. പക്ഷേ 4 വട്ടമൊക്കെ ഒരാൾ പറയുമ്പം തീർച്ചയായിട്ടും ബിഗ് ബോസ് അതിന് ഒരു വില കൊടുക്കും. അങ്ങനെ വില കൊടുത്തു. അങ്ങനെ രേണു സുധി പുറത്തായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ എങ്ങനെയും നല്ല രീതിയിൽ നിന്ന് കളിച്ചു പോകുമായിരുന്നെങ്കിൽ ഒരു ടോപ്പ് 5 വരെ എത്താൻ പറ്റിയ ഒരു ഉഗ്രൻ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് കണ്ടൻറ്റുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടൻറ്റുകളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ എങ്ങനെയോ രേണു സുധിക്ക് പുറത്ത് കുറച്ച് ഫാൻസ് ഉണ്ട്, അതുള്ള കാര്യമാണ്. അപ്പോൾ ലാലേട്ടൻ അതാണ്, നിങ്ങൾക്ക് ആവശ്യത്തിലധികം വോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ പുറത്ത് പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ പുറത്ത് വിടുന്നു എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ രേണു സുധിക്ക് അല്ലെങ്കിൽ പുറത്ത് എനിക്ക് ഭയങ്കര നെഗറ്റീവാണ് എന്നുള്ളൊരു ചിന്ത ഉള്ളിലുണ്ടായിട്ടാണോ ഇനിയിപ്പോൾ പുറത്തേക്ക് വന്നത്? അങ്ങനെ ഒരു ചിന്ത വരേണ്ട കാര്യം അവർക്കില്ല. കാരണം ഓൾറെഡി നെഗറ്റീവായിട്ടാണ് അവർ ഉള്ളിലേക്ക് പോയത്. പിന്നെ എന്തിനാണ് ഇപ്പോൾ അടുത്ത നെഗറ്റീവ് ഉണ്ടോ എന്ന് അവർ ആലോചിക്കുന്നത്? ഇപ്പോൾ എന്താണെങ്കിലും രേണു സുധി പുറത്തായി. നമുക്ക് നല്ലൊരു കണ്ടന്റ് തന്നുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിന്, പ്രത്യേകിച്ച് ബിഗ് ബോസ് വീടിനുള്ളിൽ അവർ കണ്ടന്റുകളൊന്നും കൊടുക്കുന്നില്ലെങ്കിലും യൂട്യൂബേഴ്സിനൊക്കെ നല്ല കണ്ടന്റുകൾ തന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. നോക്കാം.